വക്രദൃഷ്ടി തുടരുന്നു. ഹെൽപ്പ് ഡെസ്കുകൾ തുറന്ന് ജനങ്ങളെ സഹായിക്കാനും പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനും BJP പ്രവർത്തകർ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. പഴയ നോട്ട് ഇവിടെ എടുക്കുമെങ്കിലും ചാനൽ ക്യാമറ പോയ ശേഷം നേരിട്ട് നമ്മൾ തന്നെ നോട്ടുമായി ബാങ്കിൽ പോയി മാറണം. പിന്നെ വരി നിൽക്കേണ്ടത് എങ്ങനെയെന്ന് കാട്ടിത്തരും. വരിയിൽ നിന്നു തളരുമ്പോൾ ക്ഷീണം മാറ്റാൻ അല്പം രാജ്യസ്നേഹ പ്രഭാഷണവും ഉണ്ടാകും. വലിയൊരു തീരുമാനമെടുക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി എത്രയോ പട്ടാളക്കാർ നിരവധി ദിവസം ഭക്ഷണം കഴിക്കാതെ ഇവിടെ രാജ്യത്തിന് വേണ്ടി അവർ രക്തം നൽകിയിട്ടുണ്ട്. കുറച്ച് വിയർപ്പെങ്കിലും നമ്മൾ നൽകേണ്ട ഈ അവസരത്തിൽ. ഡിനോമിനേഷൻ എഴുതി കൊടുക്കണം കേട്ടോ. 4 എണ്ണം അല്ലേ, അപ്പൊ 2000 രൂപ അല്ലേ? ഒരു വിത്ത് മുളക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൽ കായഫലം ഉണ്ടാവില്ല. ആ സമയം ഒന്ന് എടുക്കാനുള്ള സമയം തരണം. നരേന്ദ്രമോദി സർക്കാർ ഒന്ന് പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. ആ കൊച്ചിനെ കൊല്ലാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം വരുന്ന ഭാവി തലമുറയാണത്. സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നതും നോട്ട് വിഷയം തന്നെ. സർക്കാർ നടപടിക്ക് അനുകൂലമായും പ്രതികൂലമായും ചർച്ചകൾ കൊഴുക്കുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ കള്ളപ്പണക്കാർക്കെതിരെയുള്ള നടപടിയിൽ ജനം വലഞ്ഞതിനെതിരാണ് ട്രോളുകളും കമൻറ്റുകളും. കേരളത്തിൽ ബാർ പൂട്ടിയ ശേഷം ഇപ്പോഴാണ് വ്യാപകമായി ഫലിതോക്തികൾ നിറഞ്ഞാടുന്നത്. അല്ലെങ്കിൽ കഷ്ടകാലം വരുമ്പോൾ തമാശ പറയുന്നവരാണല്ലോ നമ്മൾ. നാട്ടിൽ ആവശ്യത്തിന് പണം ലഭ്യമാകാത്തത് സൂചിപ്പിച്ചിറങ്ങിയ ഒരു വീഡിയോ കാണാം. ഇനി മറ്റൊരു സീൻ. ഡൽഹി മെട്രോ ഫെയറിൽ കേരള പവലിയൻ്റെ ഉദ്ഘാടനത്തിന് വിളക്ക് കൊളുത്തിയ ശേഷം ആരും ആവശ്യപ്പെടാതെ തന്നെ പിണറായിയുടെ കയ്യിൽ നിന്ന് കൈവിളക്ക് വാങ്ങി 1 അല്ല 2 തിരി കൊളുത്തുന്ന ഡൽഹിയിലെ കോൺഗ്രസ് വനിതാ നേതാവിനെ കണ്ട് മാധ്യമപ്രവർത്തകർ പലരും ഞെട്ടി. എങ്കയോ പാത്തമാതിരി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ കണ്ണൂരിലെ കല്ലേറിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ CPM ആസ്ഥാനത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിലെ താരം മുഖ്യമന്ത്രിക്ക് അടുത്ത് നിന്ന് വിളക്ക് കൊളുത്തിയത് ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ എന്ന് പരിപാടിയുടെ നോട്ടീസ് പരിശോധിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ സംഘാടക സമിതിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവാം. സംഗതി അതല്ല. നേതാവായ കോമളം നായർ അന്നത്തെ പോലെ കലിപ്പിലായിരുന്നില്ല ഇപ്പോൾ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നാമാവിശേഷമാക്കി കേരളത്തിൽ നിന്ന് പുറത്താക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെ കേരളത്തിന് വേണ്ട. കമ്മ്യൂണിസ്റ്റ്
പാർട്ടി നശിച്ചുകൊണ്ട് പോട്ടെ, നശിച്ചുകൊണ്ട് പോട്ടെ. ഇത് കാന്താരി പറയും പോലെയും ദ്രൗപദി പറയും പോലെയും കോമളനാരി പറയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചോണ്ട് പോട്ടെ. കോമളവല്ലി നല്ല താമരയല്ലി, കട്ടുറുമ്പിന് കൂട്ടിരിക്കണ പെണ്ണാണു നീ. അമ്പലവള്ളി മണി പൂങ്കുലെന്നുള്ളി, അമ്പലപ്പുഴ പായസത്തിലെ തേനാണു നീ. വീണ്ടും ഇടവേള. വക്രദൃഷ്ടിയെക്കുറിച്ച് വെള്ളാപ്പള്ളി. വല്ല മണ്ടത്തരമൊക്കെ ഞാൻ പറയുന്ന ആളായതുകൊണ്ട് ഈ വൈകുന്നേരത്തെ 8:30-ക്കുള്ള ചാനലിലെ ഈ വക്രദൃഷ്ടിയോ എന്തെങ്കിലുമൊക്കെ കഥാനായകന്മാരെ അവർക്ക് വേണമല്ലോ. അങ്ങനെ ഒരു ഇരയെ കിട്ടാൻ തിരക്കി അവർ നടക്കുമ്പോൾ ഇരയായി പലപ്പോഴും എന്നെ ഞാനത് തിരഞ്ഞെടുക്കാറ്.